ജനിക്കും മുന്നേ ഒരു പേരിൽ അറിയപ്പെട്ടു, ജനിച്ചതിന്റെ അന്ന് മറ്റൊരു പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇന്ന് ഒരു യുവരാജാവിനെ പോലെ നാട് ഭരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവൻ ഒരേ ഒരു പേര് മാത്രം, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ടാറ്റ സഫാരി. ടാറ്റ സഫാരിയുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ആൻഡ് ഫോർ ദാറ്റ് വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോമാസ്ക് മലയാളം. ആയിരത്തി 1998 ടാറ്റ എന്ന ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിൽ നിന്നും ആദ്യത്തെ പ്രീമിയം SUV ആയിട്ട് ടാറ്റ സഫാരി ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ അതേ ടാറ്റ സഫാരി എന്ന ബ്രാൻഡ് നെയിമിൽ പുതിയൊരു വാഹനവുമായിട്ട് വന്നിരിക്കുകയാണ് ടാറ്റ. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് കസ്റ്റമേഴ്സിന് സഫാരി എന്ന ബാഡ്ജിങ്ങിൽ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് അത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോഴും ടാറ്റ എന്ന ബ്രാൻഡ് അവരുടെ ബ്രാൻഡ് നെയിമിനോട് കൊടുക്കുന്ന ഒരു നീതി, ആ നീതി തന്നെയാണ് ടാറ്റ എന്ന മാനുഫാക്ചർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. ടാറ്റ എന്ന ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ സഫാരി എന്ന ബ്രാൻഡ് നെയിമിലും. ഈ പേര് മാറ്റിയിട്ട് മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ടില്ല എന്ന് ടാറ്റ ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് കുടുംബത്തിന്റെ പേര് മറന്നിട്ട് ഒരു പുതുമയിലോട്ട് പോകുന്ന ഒരു ചരിത്രം ആവർത്തിക്കാനായിട്ട് ടാറ്റയ്ക്ക് താല്പര്യമില്ല. അവരുടെ കുടുംബ പേര് നിലനിർത്തിക്കൊണ്ട് മാർക്കറ്റിൽ നല്ലൊരു ബ്രാൻഡായി മാറുക, ഇതാണ് ടാറ്റ ഇന്നും എന്നും ചിന്തിക്കുന്നത്. I think the girls with their nails done now. Now the thing is about rumors. തീർച്ചയായിട്ടും ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതിനെ റൂമേഴ്സ് കൊണ്ട് ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ന് പലരുടെയും സ്വഭാവമായി മാറിക്കഴിഞ്ഞു. റൂമേഴ്സ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, യെസ്, there is no four-wheel drive for the Tata Safari and ഇന്നും ഈ വാഹനം വന്നിരിക്കുന്നത് മോണോകോക്ക് ഡിസൈനിലാണ്. എന്റെ ലേഡർ ഓൺ ഫ്രെയിം എവിടെ? അപ്പൊ തീർച്ചയായിട്ടും ടാറ്റ സഫാരി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ റിച്ച് വെഹിക്കിൾ എന്നതിന് പറയാൻ പറ്റും. പക്ഷേ എന്നാലും ടാറ്റ ഹാരിയർ ആണല്ലോ ടാറ്റ സഫാരി എന്ന് പറയുന്നവർക്ക് വേണ്ടി പറയുന്നു. സിമിലാരിറ്റി വിഡ്ത്തിലും വീൽ ബേസിലും എൻജിൻ സ്പെക്സിലും മാത്രമാണ്. മറ്റ് പല കാര്യങ്ങളിലും ടാറ്റ സഫാരി ഈസ് യൂണീക്ക്. എൻജിൻ സ്പെക്സ് എന്ന് ഞാൻ പറഞ്ഞ് നിർത്തി, കാരണം എൻജിൻ റീട്യൂണിങ് ചെയ്തിട്ടുണ്ട്. അത് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡയമെൻഷൻസും നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈറ്റിൽ വ്യത്യാസമുണ്ട്, ഓവറോൾ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്, ദെൻ ബാക്ക് സ്പേസിലും വ്യത്യാസം വന്നിട്ടുണ്ട്. I just wanna feel free, and I just wanna be me. Yeah, I just wanna go so crazy. I just wanna be a freak. Yeah. ഹാരിയർ ഫാൻസ്, യെസ്, ഫ്രണ്ട് ഡിസൈനിൽ നിങ്ങൾ സഫാരി ഹാരിയറുമായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, ആക്സെപ്റ്റ്. പക്ഷേ സൈഡ് പ്രൊഫൈലും റിയർ പ്രൊഫൈലും ഈസ് സംതിങ് സ്പെഷ്യൽ, സോ ദാറ്റ് this vehicle is a brand new vehicle. ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഹാരിയറുമായിട്ട് യോജിക്കുന്ന ഒരു കൺസോൾ ആണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ട്വിൻ LED ബാർസ് അതിന് യൂണീക്നെസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു എക്സ്റ്റൻഷനും അതുപോലെ തന്നെ റൂഫ് റെയിൽസും കൂടി ചേരുമ്പോൾ ഇത്രയും പോർഷൻ മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുതുപുത്തൻ വെഹിക്കിൾ തന്നെയാണ്. റൂഫ് റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് റൂഫ് റെയിൽസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ റൂഫ് റെയിൽ നിങ്ങൾക്ക് യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പനോറമിക് സൺറൂഫ് നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. റൂഫ് റെയിൽസിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റൂഫ് റെയിൽസ് ഈസ് ദെയർ. പക്ഷേ ഈ റൂഫ് റെയിൽ എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഡിസൈനിന് മാച്ചിങ് ആയി വരുന്ന രീതിയിലാണ് ടാറ്റ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ റൂഫ് റെയിൽസ് നിങ്ങൾക്ക് യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പാനോറമിക് സൺറൂഫ് നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. കാരണം പാനോറമിക് സൺറൂഫ് ഇല്ലാത്ത വേർഷൻ ആണെങ്കിൽ 130 കിലോഗ്രാം വരെ ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള റൂഫ് റെയിൽസ് ആണ് ടാറ്റ സഫാരിയിൽ ടാറ്റ കസ്റ്റമേഴ്സിനായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ സഫാരി എന്ന് പറയുന്നത് ഹാരിയറിനേക്കാളും വലിയൊരു വാഹനമാണ്. അതിൽ നിങ്ങൾക്കോ എനിക്കോ സംശയമില്ല. പോക്കറ്റ് റോഡ്സിലോട്ട് ഈ വാഹനം കയറുന്നത് ഈസിയാണോ പാടാണോ? ഇപ്പോൾ നമ്മളൊരു പോക്കറ്റ് റോഡിൽ കയറിയിരിക്കുകയാണ്. ഞാൻ നമ്മുടെ പനോറമിക് സൺറൂഫിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു ടേണിംഗ് റേഡിയസ് ഒക്കെ ഒന്ന് നോക്കുകയാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് തന്നെ അത് ഈ ഒരു പോക്കറ്റ് റോഡിൽ കയറുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഫ്രണ്ട് ഡിസൈനിലും നല്ല
നല്ല രീതിയിൽ തന്നെ യൂണിക്നെസ് കൊണ്ടുവരാനായിട്ട് ടാറ്റ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ യൂണിക്നെസ് ആണ്, പക്ഷേ ഈ വാഹനത്തിന്റെ ഒരു ബൾക്കി സൈസിന് ഇത് നല്ല രീതിയിൽ തന്നെ മാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ വന്നിട്ടുള്ള ഒരു ട്രൈ ആരോ ക്രോം ഫിനിഷ് ഡിസൈൻ കൂടിയാണ്. ഓവറോൾ ഒരു പ്രീമിയം ഫീലാണ് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ നിന്ന് തന്നെ ടാറ്റ ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രോം ഫിനിഷിംഗും കൂടി ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസൈനിൽ നൽകിയിട്ടുണ്ട്. മറ്റെല്ലാം തന്നെ ഹാരിയറിന് വന്നിട്ടുള്ള സിമിലർ ഒരു പാറ്റേണിൽ തന്നെയാണ് സഫാരിയിലും ഫ്രണ്ട് ഡിസൈൻ വന്നിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ ടാറ്റ സഫാരിയിൽ മേജറായി 2 ചേഞ്ചസ് കൂടി വന്നിട്ടുണ്ട്. 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് ടാറ്റ സഫാരിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാറ്റ സഫാരിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ആണ്. ഹാരിയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 205 mm ആണ് ഹാരിയറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ദാറ്റ് മീൻസ് ഹാരിയർ പോകുന്നതിനേക്കാളും ഓഫ് റോഡ് കാപ്പബിലിറ്റി സഫാരിക്കാണ് കൂടുതൽ. Because of the work that we did in the past, when we went to hours, we barely got rest. So I get the realm and we didn't finesse. So I got the feelings that we might be next. Cause when we go in, we win in the match. When we go in, we win in the match. So that's about the exterior. Now ടാറ്റ സഫാരിയുടെ ക്യാബിൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് പ്രീമിയം. ഓയിസ്റ്റോ വൈറ്റ് ആണ് ഇതിന്റെ സീറ്റ്സ് എല്ലാം തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. കോമൺ മാന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബീച്ച് ഇന്റീരിയർ എന്ന് ഒറ്റ വാക്കി പറയാൻ പറ്റും. പിന്നെ ഹാരിയറിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള വുഡ് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഹാരിയറിലാണെങ്കിൽ നോർമൽ വുഡ് പാച്ചസോട് കൂടി വരുന്ന ഒരു വുഡൻ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ഫ്രണ്ട് ഡിസൈനിൽ ഒരു ഹാരിയർ തന്നെയാണ്. ഹാരിയറിൽ വരുന്ന പോലെ തന്നെ JBLന്റെ മ്യൂസിക് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു റിച്ച് ഫീൽ കിട്ടുന്നതിന് ഇതിന്റെ ഒരു ഇന്റീരിയർ കളർ ടോൺ വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു 6-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക് സീറ്റ്സ് വന്നിട്ടുണ്ട്. ചെറിയ പോരായ്മ എന്നുള്ള രീതിയിൽ തോന്നിയത് ഇതൊരു വെന്റിലേറ്റഡ് സീറ്റ്സ് കൂടി ആയിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരുന്നു. കാരണം കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഇന്നിപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒരു കോമൺ ഫീച്ചറായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് മിഡിൽ റോ സീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിഡ് സീറ്റിന്റെ കാര്യത്തിൽ പക്ഷേ ടാറ്റ ഹാരിയറിനെ വെല്ലുന്ന വാഹനം തന്നെയാണ് ടാറ്റ സഫാരി. ടാറ്റ ഹാരിയറിനെക്കാളും ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഒരു തിയേറ്റർ ഫീലിലാണ് ഇതിന്റെ മിഡ് റോ സീറ്റ്സ് എല്ലാം തന്നെ ടാറ്റ സഫാരിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൈഡ് വ്യൂ ആണ് നമുക്ക് ഇതിന്റെ ഒരു ചുറ്റുമായിട്ട് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ഷോൾഡർ റൂം ഉണ്ട്, മാത്രമല്ല ലെഗ് റൂമും നീ റൂമും എല്ലാം തന്നെ സഫീഷ്യന്റ് ആയിട്ടുണ്ട്. സോ മിഡിൽ റോ സീറ്റ്സ് എന്തായാലും ഹാരിയറിനെക്കാളും മികച്ചതെന്ന് നമുക്ക് പറഞ്ഞു നിർത്തേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ടാറ്റ സഫാരിയുടെ 3rd റോ സീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ടാറ്റ സഫാരിയുടെ ഏറ്റവും ബാക്ക് റോ സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ടാറ്റ സഫാരിയുടെ തന്നെ പ്രിഡിസസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹെഡ് റൂം, ഷോൾഡർ റൂം, ലെഗ് റൂം ഈ വാഹനം നൽകുന്നുണ്ട്. 2 പേർക്ക് അത്യാവശ്യം സുഖകരമായ രീതിയിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് എന്തായാലും പറ്റും. തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു നീ റൂം കൂടി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. ബാക്ക് ഹെഡ് റെസ്റ്റ് എല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. സോ ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് എന്തായാലും നമുക്ക് കിട്ടും. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു AC കൺട്രോൾ യൂണിറ്റ് കൂടി ആംറസ്റ്റിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതായത് റിയർ സീറ്റ് ഇരിക്കുന്നവർക്ക് അവരുടെ ബ്ലോവർ സ്പീഡ് പാരലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി ടാറ്റ സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ റിയർ AC വെന്റിന്റെ പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ് ഇത് ബ്ലൈൻഡ് ആക്കി മാറ്റുന്നത്. കാരണം വിൻഷീൽഡിനോട് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു റിയർ AC വെന്റ് ഏറ്റവും ബാക്ക് സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ കുറച്ചുകൂടി മറ്റേതെങ്കിലും സ്ഥലത്ത് കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടി ഒരു കൺവീനിയന്റ് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്രാൻഡാണ് ടാറ്റ. അതുകൊണ്ട് തന്നെ സാധാരണ ബ്രാൻഡുകളിൽ ഏറ്റവും പിൻസീറ്റിലെ പാസഞ്ചറിന് ഷിയർ യാർഡ് സീറ്റ് ബെൽറ്റ്സ് കൊടുക്കുമ്പോൾ ടാറ്റ വളരെ നോർമൽ വെഹിക്കിൾസിൽ ഫ്രണ്ടിൽ എങ്ങനെയുള്ള സീറ്റ് ബെൽറ്റ്സ് ആണോ അതേ മോഡലിലുള്ള സീറ്റ് ബെൽറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം വെഹിക്കിൾ എന്ന രീതിയിൽ വളരെയധികം പ്രൗഡിയോടുകൂടി ഉള്ള ഒരു ബാക്ക് സീറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ റിയർ പ്രൊഫൈൽ തന്നെയാണ് ടാറ്റ സഫാരിയുടേത്. സോ നൗ it's show time. So powering the Tata Safari is the same engine, 2.2 liter engine തന്നെയാണ്. 170 PS 350 Nm ടോർക്കും വരുന്ന ആ ഒരു സെയിം ഫിയറ്റ് മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെയാണ് സഫാരിയും പവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതേ എഞ്ചിൻ തന്നെയാണ് ടാറ്റ ഹാരിയറിലും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ വ്യത്യസ്തത പുലർത്തുന്നത് സഫാരിയുടെ ആ ഒരു റൈഡിംഗ് ക്വാളിറ്റിയാണ് കേട്ടോ. കുറെ കൂടി റിഫൈൻഡ് എഞ്ചിൻ ആക്കിയിട്ടുണ്ട് സഫാരിയിൽ വന്നപ്പോൾ. അതുപോലെ തന്നെ സസ്പെൻഷൻ സെറ്റപ്പൊക്കെ കുറെ കൂടി നല്ലൊരു ട്യൂൺഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം റോഡ്സിലെ പാച്ച് ഹോൾസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്.
ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് വന്നിട്ട് സഫാരിയും ഹാരിയറും ഒക്കെ സിമിലർ തന്നെയാണ്. അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള സ്റ്റിയറിംഗ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് കേട്ടോ ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഹാരിയറിന്റെ റിവ്യൂവിലും പറഞ്ഞതാണ്. പൊതുവെ വലിയ വാഹനങ്ങളിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രിപ്പിൾ ജിറ്റ് സ്പീഡൊക്കെ കയറുന്ന സമയത്ത് പോലും വാഹനത്തിന്റെ ഒരു കോൺഫിഡൻസ് ഒട്ടും തന്നെ കുറയാത്ത രീതിയിൽ നമുക്കൊരു ഫീൽ കിട്ടണമെങ്കിൽ ആ ഒരു സ്റ്റിയറിംഗിന് നല്ലൊരു വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഇത്തരത്തിൽ വലിയ വാഹനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ക്ലച്ച് ഫീൽ എന്ന് പറയാനായിട്ട് ഇതിന്റെ ഒരു മാനുവൽ വെഹിക്കിൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. സെയിം ഹാരിയറിലുള്ള അതേ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്. അത്ര ഹാർഡ് എന്ന് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചും. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് മാനുവൽ ഗിയറിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്തു. അത് പക്ഷേ ഒരു പുതിയ വാഹനമായതുകൊണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റ സഫാരി ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പെട്രോൾ ഉണ്ടെന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട. ഡീസൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 5 ഡ്രൈവ് മോഡ്സ് ആണ് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ ടാറ്റ സഫാരിയോടൊപ്പം വരുന്നത്. അതിൽ 3 പെർഫോമൻസ് മോഡും 2 ടെറൈൻ മോഡ്സും ആണ്. പെർഫോമൻസ് മോഡ്സ് എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ ഹാരിയറിൽ വരുന്ന പോലെ തന്നെ സ്പോർട്സ്, ഈക്കോ, സിറ്റി. ടെറൈൻ മോഡ്സ് ആണെങ്കിൽ 2 ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. അതിൽ 1 wet mode activated. Yes, the wet mode and Rough road mode activated. rough road and wet road. അങ്ങനെ 2 ടെറൈൻ മോഡ്സ് കൂടി ടാറ്റ സഫാരിയോടൊപ്പം വരുന്നുണ്ട്. ആക്ച്വലി ഹാരിയറിനെക്കാളും നീളം കൂടുതലാണ്, ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഓടിക്കുന്ന ഫീൽ തന്നെയാണ് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ചേട്ടൻ മിററിലൂടെയൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു ബൂം ക്രിയേറ്റ് ചെയ്യുന്ന വെഹിക്കിൾ കൂടിയാണ് ടാറ്റ സഫാരി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരുപാട് റൂമേഴ്സ് ഈ ഒരു വെഹിക്കിളിനെ പറ്റി വരുന്നുണ്ട്. ടാറ്റ സഫാരി എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അത് കൊടുത്തത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഗ്രാവിറ്റാസ് എന്ന് പറയുന്ന പേര് മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബസാഡ് എന്ന് പറയുന്ന പേര് മതിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റിൽ ലൈവാണ് ടാറ്റ സഫാരി. ബ്രേക്കിംഗ് ഫീഡ്ബാക്കിലോട്ട് വരുമ്പോൾ ടാറ്റ ഹാരിയറിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ബ്രേക്കിംഗ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ആ ഒരു ബ്രേക്ക് ലിവറിന്റെ പ്ലേ ആണ്. അതേ ഫീഡ്ബാക്ക് തന്നെയാണ് ടാറ്റ സഫാരിയിലും കിട്ടുന്നത്. പക്ഷെ ഇവിടെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് ബ്രേക്കിംഗ്. കാരണം 4 വീലും ഡിസ്ക് ബ്രേക്സ് ആണ് ടാറ്റ ഇത്തവണ സഫാരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹാരിയറിൽ ഒരു പോരായ്മ അവിടെ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഓരോ പോരായ്മകളും നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യുന്നതിൽ ടാറ്റ എന്ന ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും ശ്രദ്ധ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും സഹായിച്ചിട്ടുണ്ട്. സോ ഡ്രൈവിംഗ് ആൻഡ് ഹാൻഡിലിംഗ് ഈ സൂപ്പർ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പെർഫോമൻസ് ആണ്. ഓൾറെഡി നമ്മൾ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്തു. സ്പോർട്സ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഹാരിയറിന്റെ അതേ പിക്കപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. നമുക്ക് നല്ലൊരു റിജിഡ് ഫീൽ തന്നെയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഇക്കോ മോഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ പവർ ഡെലിവറി നല്ല രീതിയിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ ഇക്കോ മോഡിൽ വരുമ്പോൾ പവറും ടോർക്കിന്റെയും ഡെലിവറി വന്നിട്ട് ചെറിയ രീതിയിൽ കുറയുന്നുണ്ട്. ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് സിറ്റി മോഡ് വരുന്നത്. സിറ്റി മോഡ് ആക്ച്വലി ഇത് നോർമൽ നമ്മുടെ റൈഡിംഗ് കണ്ടീഷനിൽ സിറ്റി മോഡ് തന്നെ ആയിരിക്കും. ഒരു എബോ ആവറേജ് പവർ ഡെലിവറിയും എബോ ആവറേജ് ടോർക്കുമായിരിക്കും ആ ഒരു മോഡിൽ നമുക്ക് കിട്ടുക. റഫ് റോഡ് കയറുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ടെറൈൻ മോഡിന്റെ ആവശ്യം വരുന്നുള്ളൂ. നോർമൽ ഹൈവേ, സിറ്റി ആൻഡ് വില്ലേജ് റോഡ്സിലൊന്നും തന്നെ ഈ ഒരു ഡ്രൈവ് മോഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ടെറൈൻ മോഡിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത് ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ സിസ്റ്റം ആണ് ടാറ്റ സഫാരിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഹാരിയറിലും വന്നിട്ടുള്ളത്. പക്ഷേ ഹാരിയറിൽ വന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു റിഫൈൻമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈവൻ സ്പോർട്സ് മോഡിലാണെങ്കിൽ പോലും ഈസി ആയിട്ട് തന്നെ ആ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു സ്പോർട്സ് മോഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. Sport drive mode activated. യെസ്, സ്പോർട്സ് മോഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ ഒരു വല്ലാത്ത പവർ ഡെലിവറി ആയിട്ട് മാറുകയാണ് ടാറ്റ സഫാരി. കാരണം ആ ഒരു ക്വിക്ക് ആക്സലറേഷനും അതുപോലെ തന്നെ റെഡ് ലൈൻ എത്തുന്നത് വരെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ RPM ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബൂസ്റ്റിംഗ് സൗണ്ട് കൂടി ആവുമ്പോൾ വളരെ ത്രിൽഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഹാരിയർ പോലെ തന്നെ ഒരു ഇന്റീരിയർ ഡാഷ്ബോർഡ് കൺസോൾ എല്ലാം തന്നെയാണ് ടാറ്റ സഫാരിയിലും വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു വുഡൻ ഫിനിഷ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡോട് കൂടിയാണ് ടാറ്റ സഫാരിയിൽ വന്നിരിക്കുന്നത്. ഇത് ഹാരിയറിലാണെങ്കിൽ ഒരു നോർമൽ വുഡ് ഫിനിഷ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ നോക്കിയാൽ ഡാഷ് ഡിസൈൻ എല്ലാം തന്നെ സെയിം ആണ് ടാറ്റ ഹാരിയറിലും ടാറ്റ സഫാരിയിലും. പക്ഷേ ഈ ഒരു സെൻട്രൽ കൺസോളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും അഡീഷണൽ ആയിട്ട് നമുക്ക് ടാറ്റ സഫാരിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ടാറ്റ സഫാരി റിവ്യൂവിനായിട്ട് തന്നിട്ടുള്ളത് കൊല്ലത്തുള്ള മേവറത്തെ മുത്തൂറ്റ് ടാറ്റ എന്ന ഡീലർഷിപ്പാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച് ടീം.
അവിടുത്തെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസിനും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു സർവീസ് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. So once again, thank you very much to Muthoot Tata. അപ്പോൾ ടാറ്റ സഫാരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റ സഫാരി ഹാരിയർ ആണെന്ന് കമ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം തീരുമാനിക്കുക ഇത് സഫാരി ആണോ ടാറ്റ ഹാരിയർ ആണോ. എന്തായാലും ടീം ഓട്ടോമാസ്കിന്റെ കോൺഫിഡൻസ് ഇത് സഫാരി തന്നെയാണ്. ഈ വാഹനം ഇതിൻ്റെതായ ഒരു DNA-യിൽ മനസ്സിലാക്കുന്നവർക്ക് ബെസ്റ്റ് വെഹിക്കിൾ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ഈസ് ആനന്ദ് സൈനിങ് ഓഫ്. Sport drive mode activated. Thank you. You never really thought that this could just happen, but now when we come on and we pull out with the action, cause people defeat those they don't get it like